السلام عليكم. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضوان الله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله. ബഹുമാന്യരായ സയ്യിദവർകളെ, പണ്ഡിതന്മാരെ, മുഅ്മിനുകളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമുക്കിവിടെ ഒത്തുചേരാൻ സാധിച്ചു. അതിന് അല്ലാഹുവിന് സ്തുതി പറയാം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. വർത്തമാന സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു വിഷയമാണ് തീവ്രവാദം എന്നുള്ളത്. ധാരാളം ആളുകൾ തീവ്രവാദ സംബന്ധിയായിട്ട് കേസുകളിൽ കുടുങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഭാഗം ആളുകൾ മുസ്ലിം സംഘടനകളിൽ നിന്ന് പോയിട്ടുള്ളവരാണ്. അതിൻ്റെ പേരിൽ മൊത്തം മുസ്ലിങ്ങൾ ഇന്ത്യയിലും ലോകത്ത് മുഴുക്കയും തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇത്തരമൊരു സാഹചര്യത്തിൽ മുസ്ലിം സമൂഹത്തെ മാർഗനിർദ്ദേശം ചെയ്തുകൊണ്ട് നേരായ വഴിക്ക് നടത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. ആ ബാധ്യത നിറവേറ്റുക കൂടിയാണ് മർക്കസ് സമ്മേളനത്തിന്റെ പ്രചരണത്തോടനുബന്ധിച്ചുകൊണ്ട് ചേർന്നിട്ടുള്ള ഈ പരിപാടിയിൽ നാം ചെയ്യുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ പ്രചരണം നടത്തുന്ന സന്ദർഭത്തിൽ അപ്പോൾ ജനങ്ങളെ ആവേശം അമിതമാകുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്താറുണ്ടായി. അമിതമായ ആവേശം തെറ്റാണ് എന്ന് അവരെ തട്ടിയുണർത്തിക്കൊണ്ട് തന്നെയാണ് 23 വർഷക്കാലം ജനങ്ങളെ ദീനിയായി ജീവിപ്പിച്ച് പഠിപ്പിച്ചത്. കടുത്ത നിലപാടുകൾ സ്വീകരിക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആരാധന സ്വഭാവരീതികൾ എങ്ങനെയാണ് എന്ന് അന്വേഷിക്കാൻ അവിടുത്തെ പത്നിമാരുടെ അരികിൽ 3 യുവാക്കൾ വരികയും അവർ ചോദിച്ചു, എങ്ങനെയെല്ലാം ഉണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആരാധന രീതി? പത്നിമാര് പറഞ്ഞു കൊടുത്തു, ഒരു മീഡിയം സൈസ് ആരാധനയാണ് തങ്ങളുടെ. രാത്രി സന്ദർഭത്തിൽ കുറെ ഭാഗം ഉറങ്ങും,
എന്നാൽ മുഴുക്കെ ഉറങ്ങുകയില്ല, കുറെ ഭാഗം നിസ്കാരത്തിന് വേണ്ടി ചിലവാക്കുക, തഹജ്ജുദ് നിസ്കാരം. എല്ലാ ദിവസവും സുന്നത്ത് നോമ്പ് എടുക്കുന്ന പതിവില്ല. നോമ്പുള്ള ദിവസങ്ങളുണ്ടാകും, എന്നാൽ നോമ്പില്ലാത്ത പകലുകളും ഉണ്ടാകും. ഇതാണ് അവിടുത്തെ ആരാധനയുടെ മീഡിയം സ്വഭാവം. ഇത് കേട്ടപ്പോൾ ആ വന്നെത്തിയ 3 സഹോദരങ്ങൾക്കും തോന്നുകയുണ്ടായി, ഇത് അളവ് കുറവാണ്, സ്ട്രോങ് പോരാ എന്നത്. രാത്രിയുടെ ഒരു ഭാഗം ഉറങ്ങാൻ ചെലവിട്ടു എന്നുള്ളത് അതുകൂടി ഇബാദത്തിന് വേണ്ടി നീക്കിവെച്ചുകൊണ്ട് പൂരിപ്പിച്ചെടുക്കേണ്ടതല്ലേ എന്നവർക്ക് തോന്നുന്നു. 354 ദിവസങ്ങളും അയ്യാമത്ത് തശ്രീക്ക്, ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ തുടങ്ങിയത് മാറ്റി നിർത്തി ബാക്കിയുള്ളത് സുന്നത്ത് നോമ്പുകൾക്ക് ചെലവാക്കേണ്ടതല്ലേ എന്നവർക്ക് തോന്നുകയില്ല. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്യാതെ നിന്നത് തങ്ങളുടെ മേൽ ഒരു കുറ്റമായി ആരോപിക്കാൻ അവർ തയ്യാറല്ല. അവർ അതിന് ന്യായീകരണം കണ്ടെത്തിയത് എങ്ങനെയാണ്? മഹാനായ തങ്ങൾ എന്ന് പറഞ്ഞാൽ മഅസൂമാണ്, പാപങ്ങൾ ചെയ്യാത്ത വ്യക്തിത്വമാണ്. അത്രയും ഉന്നതിയിലെത്തിയ ഒരു സ്ഥിതിക്ക് തങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയൊക്കെ തന്നെ മതി ഇബാദത്ത്. നാം അങ്ങനെയല്ല, നാം പാപം ചെയ്യുന്നവരാണ്, നാം മോശപ്പെട്ടവരാണ്. ആയതുകൊണ്ട് കുറെ കൂടി സ്ട്രോങ് ആയിട്ട്, തീവ്രമായി നാം മതത്തിൽ കൊണ്ടുപിടിക്കണം. അപ്പോൾ തങ്ങളെ അവർ കുറ്റം കാണുന്നില്ല, തങ്ങൾക്ക് അത്രയൊക്കെ മതി. പക്ഷെ നാം അത് പോരാ, നമുക്കത് പോരാ. ഒരാൾ പറഞ്ഞു, ഞാൻ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്, രാത്രി ഞാൻ തീരെ ഉറങ്ങുകയില്ല, മുഴുക്കെ സമയവും നിസ്കാരത്തിന് വേണ്ടി ചെലവാക്കുന്നു. അപ്പോൾ തൊട്ടടുത്തയാൾ പറയുകയുണ്ടായി, ഞാൻ എല്ലാ ദിവസവും വ്രതമെടുക്കും, നോമ്പ് ഹറാമായ ദിവസങ്ങൾ ഒഴിച്ചു നിർത്തി ബാക്കി ഒരു ദിവസം പോലും ഒഴിവാക്കാതെ സുന്നത്ത് നോമ്പുമായി മുന്നോട്ട് പോകും. അപ്പോഴേ സ്ട്രോങ് ആവും. മൂന്നാമത്തെ ആൾ പറയുകയുണ്ടായി, ഞാൻ വിവാഹ ജീവിതം, വൈവാഹിക ജീവിതം വേണ്ടത് വെക്കും, കല്യാണം കഴിക്കില്ല. കാരണം ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് ശോലുകളിൽ മുഴുകും. അപ്പോൾ ആരാധനകൾക്കൊക്കെ തടസ്സം നേരിടും. അത് വേണ്ടത് വെച്ചിരിക്കുക. എന്റെ സുഹൃത്തുക്കളെ, ഈ 3 സഹോദരങ്ങളുടെയും തീവ്രമായ ഈ യജ്ഞം, അതിശക്തമായ ഈ മനോഗതി കേട്ടാൽ എന്താണ് തോന്നുക? നല്ല കാര്യത്തിന് വേണ്ടിയല്ലയോ അവർ ഈ കൊണ്ടുപിടിക്കുന്നത്? സുന്നത്ത് നോമ്പ്, തഹജ്ജുദ് നിസ്കാരം, രാത്രിയിലെ നിസ്കാരം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ആ കടുപ്പം കാണുമ്പോൾ നമുക്ക് അതിന് ജയ ജയ പാടാൻ തോന്നിപ്പോവില്ലേ?